സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിനകത്തേക്കൊന്ന് മിക്സ് ചെയ്യണം. പെട്ടെന്ന് കരിയില കമ്പോസ്റ്റ് ആകാനായിട്ട് ഇത് നല്ലതാണ്. ഏകദേശം ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ ആ ഒരു കമ്പോസ്റ്റ് കിട്ടും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപനപ്പൻ. വെൽക്കം ടു അവർ ചാനൽ. നോക്കിയാൽ നമ്മുടെ റോസൊക്കെ നിൽക്കുന്നുണ്ടോ? ഇത് നോക്കിയാൽ നല്ല വലിയ റോസ് ഇവിടെ നിൽപ്പുണ്ട്. അതെ, നല്ല വലിയ ഭംഗിയായിട്ട് നിൽക്കുക. ശരിക്കും നമ്മുടെ പച്ചക്കറിക്കാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ റോസ് അല്ലെ നമ്മുടെ ചില ചെടികൾക്കെല്ലാം വളം വേണം. അപ്പോൾ നമുക്ക് എപ്പോഴും വളത്തിനാണ് ഏറ്റവും കൂടുതൽ പൈസ ചിലവാകുന്നത്. ഒട്ടും ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കരിയില കൊണ്ട് നമുക്ക് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. കാർബണും നൈട്രജനും ഒക്കെ അടങ്ങിയ നല്ല വളം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത്. നന്നായിട്ട് പൂ പിടിക്കാനൊക്കെ ഈ കരിയില കമ്പോസ്റ്റ് നല്ലതാണ്. അപ്പോൾ എങ്ങനെയാണ് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. എല്ലാവരുടെയും വീട്ടിൽ ഇപ്പോൾ നിറയെ കരിയില കാണും, അല്ലെങ്കിൽ തൂത്ത് കൂട്ടുന്ന കരിയിലൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ ഇതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ പച്ചക്കറികളും റോസ് അതുപോലുള്ള ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇതെല്ലാം കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നോക്കിയാൽ നമ്മുടെ കാന്താരി നിൽക്കുന്നുണ്ടോ? ശരിക്കും കാന്താരിക്ക് ഉൾപ്പെടെ എല്ലാ പച്ചക്കറികൾക്കും നന്നായിട്ട് വളം വേണം. അപ്പോൾ നമ്മൾ കരിയില കമ്പോസ്റ്റാണ് ഇടുന്നതെങ്കിൽ പെട്ടെന്ന് അത് വളരുകയും പൂ പിടിക്കാനും കായ പിടിക്കാനും ഒക്കെ നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ ഗാർഡനിലാണെങ്കിലും റോസ്, ചെമ്പരത്തി, ചെത്തി അതുപോലുള്ള ഏത് പൂക്കൾക്കാണെങ്കിലും ഈ കരിയില കമ്പോസ്റ്റ് നല്ലതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ 5 പൈസ ചിലവില്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതിന് കുറച്ച് സമയമെടുക്കും. ഒരു മാസത്തിന് മുകളിൽ സമയമെടുക്കും എന്നുള്ളതേ ഉള്ളൂ ചെറിയൊരു പ്രോബ്ലം. പക്ഷേ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തേക്കുള്ള കരിയില കമ്പോസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ കരിയില, നല്ല കരിയില വേണം. അതുപോലെ തന്നെ നല്ല പച്ചില വേണം. നമുക്ക് കരിയിലയിൽ നിന്ന് ഉണങ്ങിയ കരിയിലയിൽ നിന്ന് കാർബൺ കിട്ടുകയും പച്ച കരിയിലയിൽ നിന്നാണ് നൈട്രജൻ കിട്ടുന്നത്. അപ്പോൾ ഇത് നല്ല ഒരു സമ്പുഷ്ടീകരിച്ച വളമായിട്ട് മാറുകയും ചെയ്യും. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ വളമാകാനായിട്ട് നമ്മളൊരു ലിക്വിഡും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഈ കരിയില കമ്പോസ്റ്റ് പെട്ടെന്ന് കമ്പോസ്റ്റ് ആകാനായിട്ട് നമ്മൾ ഒരു ലിക്വിഡ് ചേർക്കുന്നുണ്ട്. ശരിക്കും അത് ചാണക സ്ലറി ആണെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ നമുക്ക് എല്ലാ വീടുകളിലും ഇപ്പം ചാണക സ്ലറി കിട്ടാറില്ല. ഞങ്ങളുടെ ഒരു ഗ്രാമപ്രദേശമാണെങ്കിൽ പോലും ഞങ്ങൾക്ക് അത് കിട്ടാനില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും പറ്റിയ സംഭവം എന്ന് പറയുന്നത് നമുക്ക് തൈര് നല്ലതാണ്. തൈരിൽ ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ട്. അത് പെട്ടെന്ന് കരിയിലെ കമ്പോസ്റ്റ് ആക്കാനായിട്ട് നല്ലതാണ്. പിന്നെ അതിനെ ഒന്ന് സ്പീഡപ്പ് ആക്കാനായിട്ട് വേറൊരു സാധനം കൂടെ ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു പാക്കറ്റ് തൈരാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 5 ഇരട്ടി വെള്ളവും കൂടെ ചേർത്താണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ തൈര് നമ്മൾ വെള്ളവും തൈരും കൂടെ മിക്സ് ചെയ്യുവാണ്. എനിക്ക് നല്ല കട്ടി തൈരാണ്. നല്ല കട്ടി തൈരാണ്. അത് നന്നായിട്ടൊന്ന് ഇതുമായിട്ട് മിക്സ് ചെയ്തേ. ഇനി നമ്മുടെ കയ്യിലുള്ളത് നോക്കിയേ, ഈ തൈര് നോക്കിയാൽ നല്ല കട്ടി തൈരാണ്. നമ്മൾ അങ്ങനെയുള്ള തൈര് തന്നെ എടുക്കണം. നല്ല ഡൈല്യൂട്ടാക്കി നമുക്ക് നല്ല രീതിയിൽ വെള്ളം ചേർക്കുകയും ചെയ്യാം, നല്ല കട്ടി തൈരാണെങ്കിൽ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നോക്കിയാൽ ഇത് ശർക്കരയാണ്. ഈ ശർക്കര നമ്മുടെ ഇതിനകത്തേക്ക് ചേർക്കുമ്പോൾ പെട്ടെന്നാണ് ഈ ഫെർമെൻറ്റേഷൻ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിയില കമ്പോസ്റ്റ് ആകാനായിട്ട് ഇത് നല്ലതാണ്. ഏകദേശം ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ ആ ഒരു കമ്പോസ്റ്റ് കിട്ടും. പിന്നെ ഏകദേശം 1.5 മാസം കൊണ്ട് നമുക്ക് ചെടിക്ക് ഇടാൻ പറ്റുന്ന രീതിയിലാവുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ ശർക്കര ഇതിനകത്തേക്ക് ഇതൊരു 2 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിനകത്തേക്ക് ഒന്ന് മിക്സ് ചെയ്യണം. തൈരാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ പുളിച്ച കഞ്ഞിവെള്ളം മതി. പക്ഷേ കഞ്ഞിവെള്ളത്തെക്കാളൊക്കെ എഫക്റ്റീവ് എന്ന് പറയുന്നത് ഈ തൈരാണ് കേട്ടോ. തൈരും ശർക്കരയും കൂടെയുള്ള ഈ ഒരു മിക്സ് ഭയങ്കര എഫക്റ്റീവാണ്. ഇതിന് ആദ്യം വേണ്ടതെന്ന് പറയുന്നത് നല്ലൊരു ചാക്കാണ്. ഈ ചാക്ക് ഒരു 2 മാസമെങ്കിലും ഇരിക്കുന്നതായിരിക്കണം. പൊടിഞ്ഞു പോകുന്ന ചാക്കായിരിക്കരുത്. കാരണം സാധാരണ നമുക്ക് കിട്ടുന്ന ചാക്കെല്ലാം പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നതാണ്. പക്ഷേ അരിയുടെ ചാക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് പൊടിയത്തില്ല. അപ്പോൾ അതായിരിക്കും നല്ലത്. അപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ കരിയില ഏത് കരിയില വേണമെങ്കിലും നമുക്കെടുക്കാം. അപ്പോൾ ആ കരിയില നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് എന്തിൻ്റെ കരിയിലയാണെന്ന് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. ഇതെന്തിൻ്റെ കരിയിലയാണെന്ന് കമൻറ്റ് ചെയ്യാമോ? അപ്പോൾ ഈ കരിയില ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് പച്ചപ്പുല്ലാണ് വേണ്ടത്. പച്ചപ്പുല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഇലയും നല്ലതാണ്. പച്ച ഇല വേണമെന്ന് മാത്രമേ ഉള്ളൂ. അത് കപ്പയുടെ ഇലയാവാം, അല്ലെങ്കിൽ ശീമക്കൊന്നയുടെ ഇലയാവാം, എന്തിൻ്റെ ഇല വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ചിലർ പറയുന്നുണ്ട് തേക്കിൻ്റെ ഇല പാടില്ല എന്ന്. പക്ഷേ നമ്മൾ തേക്കിൻ്റെ ഇലയൊക്കെ ഉപയോഗിക്കാറുള്ളതാണ്. അപ്പം ഇത് ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ വളമായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ചെടികൾക്ക് ഉപയോഗിക്കുന്നതല്ല. അതുകൊണ്ട് ഏത് പച്ചിലയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത് നമ്മൾ
ഇപ്പം ഞാൻ ഇന്നലെ നമ്മുടെ ഗ്രാസ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത പുല്ലാണ്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇതിനിട്ട് കൊടുക്കുന്നത്. അത് കാണുന്നുണ്ടോ? അപ്പോൾ ഇനി ഞാനൊരു മഗ്ഗിൽ നമ്മുടെ ആ ലിക്വിഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് എല്ലായിടവും വീഴത്തക്ക രീതിയിലൊന്ന് ഒഴിച്ചു കൊടുത്തു. ഇനി അടുത്ത ലെയർ നമ്മുടെ കരിയെല്ലാം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അടുത്ത പച്ചിലയും ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഗാർഡൻ സോയിൽ കുറച്ച് ചേർക്കുന്നത് നല്ലതാണ്. പക്ഷേ നമ്മുടെ ഇതിനകത്ത് മുഴുവൻ മണ്ണുണ്ട്, ഓൾറെഡി ഗാർഡൻ സോയിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഗാർഡൻ സോയിൽ പ്രത്യേകം ചേർക്കാത്തത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഗാർഡൻ സോയിൽ ചേർക്കുന്നത് നല്ലതാണ്. ഇത് കണ്ടോ, ഇത് ഗാർഡൻ സോയിൽ ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ അടുത്ത ലെയർ എല്ലായിടവും വീഴത്തക്ക രീതിയിലൊന്ന് തളിച്ച് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നോക്കിയേ, നമ്മൾ ആ ചാക്ക് നിറച്ച് കരിയിലയും നമ്മുടെ പച്ചിലയും പുല്ലും എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തിരിക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കെട്ടി വെക്കാം. അപ്പോൾ ഇത് കെട്ടി നമ്മൾ തണലത്ത് എവിടെയെങ്കിലും വേണം വെക്കാൻ കേട്ടോ. ചൂടുള്ള സ്ഥലത്തായിരിക്കരുത്, ഡയറക്റ്റ് മഴ കൊള്ളാത്ത സ്ഥലത്ത് വേണം വെക്കാൻ. നമ്മുടെ പെരയുടെ ചാർത്തിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും വെക്കാം. അതുപോലെ നല്ല വെയിലുള്ള സ്ഥലത്തും വെക്കരുത്, തണൽ വേണം. അപ്പോൾ ഇത് കെട്ടി വെക്കാം. നോക്കിയേ, നമ്മൾ സംഗതി സെറ്റാക്കി വെച്ചു. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. കരിയിലയും എല്ലാം കൂടെ സെറ്റാക്കി. ഇനി ഇതിൻ്റെ എയർ പാസേജിനായിട്ട് നമ്മളൊന്ന് ഹോളിട്ട് കൊടുക്കണേ. അപ്പോൾ ചെറുതായിട്ട് ഈ ചാക്കിന് പല സ്ഥലത്തും ഒന്ന് ഹോളിട്ട് കൊടുക്കണം. കാരണം ഇത് ശരിക്കും ചൂട് വരും. ഇതിൻ്റെ ഈ പച്ചിലയും കരിയിലയും കൂടെ എല്ലാം കൂടെ ആ ഒരു അവിയുന്ന സമയത്ത് ഒരു ഭയങ്കര ചൂടൊക്കെ ഇതിനകത്തുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നല്ല എയർ പാസേജിന് വേണ്ടിയാണ് നമ്മളിത് ഹോളൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചെയ്തു. തണലത്ത് എവിടെയെങ്കിലും വെക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു ദിവസം കഴിയുമ്പോൾ ഇതൊന്ന് നേരെ തിരിച്ച് വെക്കണം. നേരെ തിരിച്ച് വെക്കുമ്പോൾ ഇതിനകത്ത് വെള്ളം താഴെ അടിയുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതെല്ലാം ഒന്ന് റിവേഴ്സായിട്ട് വരും. എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ഇത് തുറന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഈ ലിക്വിഡ്, ആ ഒരു ദ്രാവകം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ തൈരിൻ്റെ മിശ്രിതം നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അടുത്ത ആഴ്ച തിരിച്ചു വെക്കുക. അങ്ങനെ ഓരോ ആഴ്ചയിലും ഒന്ന് ഈ ദ്രാവകം ഒഴിച്ച് ഒന്ന് തിരിച്ച് മറിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാകും ഇതാകുന്നത്. നമ്മൾ വെറുതെ ഇട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 മാസം എടുക്കും. അതേസമയം നമ്മൾ ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ എപ്പോഴും നിറയെ കരിയില ഉണ്ടാവും. ഇതുപോലെ ഓരോ ചാക്കിനകത്ത് മാറ്റി വെക്കുക. പച്ചില ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുക. നമ്മുടെ പച്ചക്കറിക്കാണെങ്കിലും പൂക്കൾക്കാണെങ്കിലും ഫ്രൂട്ട് പ്ലാന്റ്സിനാണെങ്കിലും എല്ലാം നല്ലതാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിത് മണ്ണിൽ ചേർത്ത് കഴിഞ്ഞാൽ മണ്ണിൽ വെള്ളം ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയൊക്കെ ഈ കരിയില കമ്പോസ്റ്റിലൂടെ കിട്ടും. പൂ പിടിക്കാനും കാ പിടിക്കാനും ചെടികളുടെ വളർച്ചയ്ക്കും എല്ലാം ഈ കരിയില കമ്പോസ്റ്റ് നല്ലതാണ്. അപ്പോൾ 5 പൈസ ചിലവില്ലാതെ നമുക്ക് വീട്ടിലുണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. നമ്മളുടെ ലിക്വിഡിൽ പച്ചച്ചാണകം നല്ലതാണ്. പച്ചച്ചാണകം പക്ഷേ എല്ലാവർക്കും കിട്ടുന്നില്ല. അതിന് നമ്മുടെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിലും നല്ലതാണ്. പിന്നെ തൈരാണ് പച്ചച്ചാണകം കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സംഭവം. അപ്പോൾ അത് ചേർത്ത് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ആരൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളെല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. തൽക്കാലം നിർത്താൻ. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.